നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് എല്ലാവർക്കും അറിയാം, മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഉപ്പുമുളകിലെ നായികയാണ്. എനിക്ക് തോന്നുന്നു ഉപ്പുമുളക് എന്ന ഈ സീരിയലിൽ നിന്നും ഈ നായികയെ ഒഴിവാക്കിയിരിക്കുന്നു. ആ ഒരു സംഭവമായിട്ട് നമ്മളോടൊപ്പം പ്രതികരിക്കാനാണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം നിഷ. നമസ്കാരം നിഷ, എനിക്ക് തോന്നുന്നു ഉപ്പുമുളകും സീരിയലിൽ നിന്നും താങ്കളെ ഒഴിവാക്കിയിരിക്കുന്നു. എന്താണ് സംഭവം? ഒഴിവാക്കിയോന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് തൊട്ട് കാര്യം പറയാം. എനിക്കൊരു 2 മാസം മുന്നേ US-ലേക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജൂലൈയിൽ ആണ്, ജൂലൈ 1 ആണ് തുടങ്ങണത്. അപ്പോൾ ഞാൻ ഒരു ജൂൺ 28 പോയിട്ട് 5-ാം തീയതി ഞാൻ എത്തും എന്ന് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഞാൻ കണ്ടിന്യൂസ് നിൽക്കുന്ന ആളാണ്, ഞാൻ ഒരിക്കൽ പോലും അവധി എടുക്കണില്ല. അപ്പോൾ എപ്പോഴും ഞാൻ അതിനകത്തുണ്ട്. ഞാൻ അവധി എടുക്കാത്തത് കൊണ്ട് അതിനകത്ത് ഇപ്പോൾ ബിച്ചേടൻ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്യണം. കാരണം ഞാൻ അതിൽ നിന്ന് മാറിയാൽ ഉപ്പുമുളക് നടക്കില്ല എന്ന് എനിക്കറിയാം. കാരണം രണ്ടിലാരെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയും പോവാതെ എനിക്ക് അതിനിടയ്ക്ക് ഫിലിംസ് വന്നു, പ്രോഗ്രാംസ് വന്നു, ആഡുകൾ വന്നു, ഒക്കെ വന്നു. അപ്പോൾ ഈ അവധി സമയത്തല്ലാണ്ട് ഞാൻ ഏതിലും ഒന്നിനും പോവാറില്ല. കാരണം ഫ്ലവേഴ്സിലെ ഏറ്റവും നല്ല പ്രോഗ്രാമാണ് ഉപ്പുമുളക്. അപ്പം നല്ലതായിട്ട് പൊയ്ക്കോട്ടെ, ഞാനും കൂടെ അവധിയെടുത്ത് അത് ഇല്ലാതാവണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ അവിടെ മാക്സിമം നിന്നിട്ടേ ഉള്ളൂ. എൻ്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് ആകെ 3 ദിവസമാണ് അവധി തന്നത്. കല്യാണത്തിൻ്റെ തലേന്ന്, കല്യാണത്തിൻ്റെ അന്ന്, കല്യാണത്തിൻ്റെ പിറ്റേന്ന്. അച്ഛൻ ഇല്ലാണ്ടാണ് 2 കുട്ടികളെ ഞാൻ വളർത്തുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാനെല്ലാം ചെയ്യണത്. എന്നിട്ട് പോലും ഞാൻ 3 ദിവസം അവധി എടുത്തുള്ളൂ. കാരണം എല്ലാവരെയും വിളിക്കണം, എല്ലാ കാര്യം ഒറ്റയ്ക്ക് അറേഞ്ച് ചെയ്യണം. എന്നിട്ടും അത് പോട്ടെ, അതിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം. ഞാൻ വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥയായതുകൊണ്ട് എൻ്റെ തൊഴിലുള്ള ഉത്തരവാദിത്വം കൊണ്ട് ഞാനതങ്ങനെ ഓക്കെ. മോളുടെ ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ 3 ദിവസം അവധി എടുത്തിട്ടുള്ളൂ. മോള് പ്രസവിച്ചിട്ട് 3 ദിവസം അവധി എടുത്തിട്ടുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കൊച്ച് ഭയങ്കര സീരിയസ് ആയിരുന്നു. കൊച്ച് ICUലായി. ഒരു മാസം കൊച്ച് ICUലായിരുന്നു. എന്നിട്ട് ഞാൻ 3 ദിവസം അവധി എടുത്തിട്ടുള്ളൂ. ആ സമയത്തൊക്കെ എനിക്ക് ഇളവ് തന്നിട്ടുണ്ട്. മീൻസ് ഞാൻ കുറച്ച് ലേറ്റായി വരുള്ളായിരുന്നു. ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോഴേ ആ സമയത്ത് ഒരു 3-4-5 ദിവസം ഞാൻ അങ്ങനെ ചെയ്തു. കാരണം അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വരണം എല്ലാ ദിവസവും. ലൊക്കേഷൻ എരമല്ലൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എരമല്ലൂർ എത്തണേ കുറച്ച് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താൽ പോകാറുള്ള ലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് കൊച്ചിന് പാലൊക്കെ കൊണ്ട് ഇവളുടെ പാലെടുത്ത് കൊച്ചിന് ICU കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് വരാൻ. അപ്പോൾ രാവിലെ ഞാൻ കൊടുക്കും, ബാക്കിയുള്ള ടൈമിൽ മോളുടെ ഹസ്ബൻഡ് കൊടുക്കും, പിന്നെ എൻ്റെ അമ്മ, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത്. ഈ സമയത്തും എനിക്ക് അവർ ഒരു 2-3 മണിക്കൂർ എനിക്ക് 8 മണിക്ക് എത്തേണ്ടതിന് പകരം 10:30 വരെ സമയം 2-3 ദിവസം 3-4 ദിവസം അങ്ങനെ തന്നിട്ടുണ്ട്. അതേ ഉള്ളൂ ഞാൻ എടുത്ത അവധി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് പോകാൻ സാറ് അവധി കുഴപ്പമില്ല നിഷ അവാർഡ് വാങ്ങാൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല നിഷ, പോയിട്ട് വാ. ആ സമയത്ത് എന്തെങ്കിലും ഓഫീസിൽ പോയതായിട്ടോ ഒക്കെ എഴുതിക്കോളാം, നോ പ്രോബ്ലം, പോയിട്ട് വാന്ന് പറഞ്ഞു. പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ ഞാൻ പോയിട്ട് വരാം സാറെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഖത്തറിനൊരു ഷോയ്ക്ക് പോയപ്പോൾ സാറും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഉപ്പുമുളക് ടീമിൻ്റെ ഖത്തറിലൊരു പ്രോഗ്രാം വന്നു. അവിടെ പോയപ്പോൾ സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ, അതിനകത്തൊരു പോലീസുകാരൻ്റെ ക്യാരക്ടറുണ്ട്, അത് പുള്ളി ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടാതെ ഒരു അഡീഷണൽ ക്യാരക്ടറുള്ള അത് പുള്ളി ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. സാറും ഉണ്ടല്ലോ. ഞാനാണ് അങ്ങോട്ട് സാർ വാ സാർ എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഡ്രിങ്ക്സ് കഴിച്ചങ്ങ് നടന്നു. പുള്ളി എന്നിട്ട് നമ്മൾ അഭിനയിക്കാൻ നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് കുറച്ച് നേരം മുന്നേ പറയാണ്, ഞാൻ ചെയ്യില്ല ആ ക്യാരക്ടറെന്ന്. എന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റേജിൽ നമുക്കപ്പോൾ കയറണം, ആരെ കയറ്റും? ആ ക്യാരക്ടറാണ് ക്ലൈമാക്സ് ക്യാരക്ടർ. നമ്മളപ്പോൾ തന്നെ വേറെ അവിടെ നിന്ന് ഒരാളെ പെട്ടെന്ന് വിളിച്ച്, ഡബ്ബിങ് ആയിരുന്നു, പെട്ടെന്ന് ആളെ വിളിച്ച് അയാളെ പഠിപ്പിച്ച് അതങ്ങ് ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഈ പുള്ളി ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. എന്താ കാര്യമെന്ന് അറിയില്ല. നമ്മളോട് അവർ ചോദിച്ചു, പുള്ളി ആരാന്ന് വെച്ചാൽ ഞങ്ങൾ ഡയറക്ടറാണെന്ന് പറഞ്ഞു. പുള്ളി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ഞാൻ അത് കേട്ടിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മറുപടി പറഞ്ഞോന്ന് എനിക്കും അറിയില്ല. അതേ ഉള്ളൂ അവിടെ നടന്ന കാര്യം. പക്ഷെ പുള്ളി അവിടെ പറഞ്ഞിരിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞോന്ന്, പുള്ളി വെറുതെ വന്നെന്നോ, പുള്ളിക്ക് എന്തിനാ പൈസ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബീച്ചറിന് എല്ലാം സത്യം അറിയാം. പുള്ളിയോട് ചോദിച്ചാൽ ചിലപ്പോൾ പുള്ളി പറയായിരിക്കും. അപ്പോൾ പുള്ളി ഡയറക്ടറോടും പറഞ്ഞു, അവളൊന്നും മിണ്ടിയിട്ടില്ല. അവിടെ ഡയറക്ടർ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നിഷ ഇങ്ങനെ പറഞ്ഞു, അവളൊന്നും മിണ്ടിയിട്ടില്ല, അവൾ വാ തുറന്നിട്ടില്ല, സാറിൻ്റെ കാര്യം ചോദിച്ചിട്ട് അവളൊന്നും മിണ്ടിയിട്ടില്ല. അവർ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടിയിട്ടില്ല. ഞാനും ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞു.
ഇതുള്ളിൽ വെറുതെ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം പുള്ളിക്ക് ഉള്ളിൽ എന്നെ എവിടെയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് പഴയ ഒരു പണ്ട് പുള്ളി എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ഇങ്ങനെ എന്തുണ്ട് ചിക്കാനും തോണ്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ മോശം വേർഡ്സ് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് പറയല്ലേ, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ, എനിക്ക് താല്പര്യമില്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേർഡ്സൊക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുകയും പിന്നെ എൻ്റെ അടുത്ത് എടി പൊടി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം കൂടെ അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഇടി പൊടിയും പറ്റവളെ മറിച്ചോളെ എന്നൊക്കെ വിളി തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രീകണ്ഠ സാറിനെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ശ്രീകണ്ഠ സാറിനെ വിളിച്ചു പറഞ്ഞു. ശ്രീകണ്ഠ സാറ് വന്നു വാൺ ചെയ്തു. പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുതും. കാരണം അതിനുശേഷം ഈ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് ദേഷ്യമായല്ലോ. അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനെൻ്റെ കരം കണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം. ബീച്ചേട്ടൻ എന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ബീച്ചേട്ടൻ പുള്ളിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ എന്തിനാ ഇങ്ങനെ പുള്ളിക്കാരി എന്തിനിങ്ങനെ വേദനിപ്പിക്കുക, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി എന്താണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിഷ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിഷ ഡള്ളായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല സാർ, അത് നിർത്തുന്നു പറഞ്ഞാൽ പിന്നെയും പുള്ളി അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു കുറേ കാലം. ഞാനപ്പോൾ എന്നോട് ശ്രീകണ്ഠ സാറിനടുത്ത് പറയാൻ പറഞ്ഞു. ഞാൻ ശ്രീകണ്ഠ സാറിനടുത്ത് പറഞ്ഞു. ശ്രീകണ്ഠ സാർ ഒന്ന് വാൺ ചെയ്തു. എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പുള്ളി അങ്ങനെ തന്നെ ആരെയും പേടിയില്ലാത്ത പുള്ളി എടുത്ത് പറഞ്ഞിട്ടും പുള്ളിക്ക് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. സ്ത്രീകളെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എങ്ങനെ നിന്ന് അഭിനയിക്കും, കാരണം എൻ്റെ മോളുടെ കല്യാണം നടത്തണമല്ലോ. ഈ പുള്ളി വേറെ ആൾക്കാരെയൊക്കെ കൊണ്ട് എന്നെ എങ്ങനെയൊക്കെ നാട്ടിക്കോ മീഡിയയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നു കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഞാൻ നിയമപരമായിട്ട് മാരേജ് ചെയ്തൊരു പെണ്ണാണ്, എൻ്റെ അമ്മയും മക്കളും ഒക്കെ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കുക എൻ്റെ മുറച്ചെറുക്കനെ എന്നെ മാരേജ് ചെയ്തിരിക്കണേ, എന്നെ നാട്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ പുള്ളി വേറൊരു സ്ത്രീയായിട്ട് കൂട്ടുപിടിച്ചിട്ട് എന്നെ മീഡിയയിൽ ഞാൻ ലിവിങ് ടുഗദറാണെന്നും പറഞ്ഞ് വെറുതെ ഒരു കഥ ഉണ്ടാക്കി ആരെയൊക്കെ കൊണ്ട് മഞ്ഞപ്പത്രത്തിലേക്ക് ഇടിയിച്ചു. എന്നോട് ആരും വിളിച്ച് ചോദിച്ചില്ല, എൻ്റെ കുടുംബത്തിലുള്ളവരോ നാട്ടുകാരോ വീട്ടുകാരോ വിളിച്ച് ചോദിച്ചില്ല. കാരണം ഞാൻ ലീഗലി മാരീഡ് ആണെന്നും എല്ലാവർക്കും അറിയാം, എൻ്റെ മുറച്ചെറുക്കനെ എന്നെ മാരേജ് ചെയ്തിരിക്കുന്നത് അറിയുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടായില്ല. പക്ഷേ ഒരു നാണക്കേട് വെറുതെ വന്നു. കാരണം ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ ഞാൻ എങ്ങനെ മാരേജ് ചെയ്തതാണെന്നും ഒന്നും അവർക്കറിയില്ല. അപ്പോൾ ഞാൻ ലീഗലി മാരീഡ് ആണെന്ന് ഉറപ്പുള്ള എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഉള്ളിടത്തോളം കാലം എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും അറിയാമല്ലോ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോഴവർ പറയണം ഈ മീഡിയയിൽ പറഞ്ഞേക്കാം അപ്പോൾ വെറുതെ ആണല്ലേ എന്നുള്ളത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ പുള്ളി എന്നിട്ട് അത് പറഞ്ഞ് എന്നെ അവിടെ നാണം കേട്ടിട്ടുണ്ട്, ലിവിങ് ടുഗദർ അവിടെ ഇരുന്ന് പറയും. എന്നിട്ട് ഇത് വന്നിട്ട് പുള്ളി അവിടെ നിന്ന് പറയും ലിവിങ് ടുഗദർ ആണെങ്കിൽ എന്ത് സുഖമാണെന്നൊക്കെ ഇരുന്ന് പറയും. കാരണം ഞാൻ വേദനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ ക്ഷമിച്ചു. കാരണം പോട്ടെ, കാരണം അയാളുടെ വിവരക്കേട് കൊണ്ടാണല്ലോ അയാളത് പറയണേ. നല്ലൊരു കലാകാരനാണെങ്കിൽ ഒരിക്കലും ഒരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ വേദനിപ്പിക്കില്ല. ജോലി ദൈവം തന്നതാണ്, നമ്മളെ തൊഴിൽ ദൈവം തന്നതാണ്. അത് നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം വേണമെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം വേണം. അപ്പോൾ പുള്ളി ചിലപ്പോൾ സ്വയം അങ്ങ് ഇതാവുമായിരിക്കാന്ന് വെച്ചാൽ ഞാൻ പിന്നെ ക്ഷമിച്ചു. കാരണം എനിക്ക് വലുത് എൻ്റെ മോളുടെ കല്യാണം നടത്തുക എന്നുള്ളതാണ്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീച്ചറിനോടും എല്ലാവരോടും പറഞ്ഞു, അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇല്ല ഞാനിനി ആരോടും കംപ്ലൈൻറ്റും ചെയ്തില്ല, കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, പുള്ളി ഇത് തന്നെ വീണ്ടും കാണിക്കുള്ളൂ. ഞാൻ എൻ്റെ മോളുടെ കല്യാണം എങ്ങനെയും നടത്തട്ടെ, എനിക്കിവിടെ നിന്ന് പൈസ ഇട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ, അതുകൊണ്ട് കല്യാണം നടത്തട്ടെ എന്നും പറഞ്ഞ് ഞാൻ കല്യാണം കഴിയുന്നിടം വരെ പിടിച്ചു നിന്നു. കല്യാണം കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിക്ക് എവിടെയോ ഭൂതോദയം ഉണ്ടായിട്ട് അതിനകത്ത് നിന്ന് ഒരാൾ പുള്ളിയെ ചതിച്ചു ഭയങ്കരമായിട്ട്. അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാൾ പുള്ളിയെ ഭയങ്കരമായിട്ട് ചതിച്ചു. അപ്പോഴാണ് എൻ്റെ വില മനസ്സിലായത്. ഞാൻ ഇത്രയൊക്കെ പുള്ളി എന്നോട് കാണിച്ചിട്ട് ഞാൻ പുള്ളിക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ആരെടുത്തും. അപ്പോഴാണ് എൻ്റെ വില മനസ്സിലായത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കുറച്ചാൾ വലിയ എന്നാലും ഉള്ളിൽ ആ പക കിടക്കുന്നുണ്ട്. പണ്ടത്തെ കഥ, അതായത് നമ്മളോടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു കണ്ണ്, ഇപ്പോൾ ഒരു വൃത്തിയിട്ട പുരുഷൻ ഒരു സ്ത്രീയോടെ ഉണ്ടാകുന്ന ആ കണ്ണിൻ്റെ പക കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇടയ്ക്കൊക്കെ എന്നെ വേദനിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എന്നെ വാക്കുകൊണ്ട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ മോളുടെ പ്രസവം കഴിഞ്ഞ് അവളുടെ എനിക്ക് കുറച്ച് കടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടം വീട്ടണം. പിന്നെ അപ്പോഴത്തേക്ക് അവൾ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ പ്രസവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ക്യാഷ് വേണം, അത് കഴിഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്ക് ക്യാഷ് വേണം. കുട്ടിക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലായി എൻ്റെ മോളുടെ കുട്ടിക്ക്.
അപ്പോൾ ഇതിനെല്ലാം ഞാൻ ജോലി ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ക്ഷമിച്ച് ഇവിടം വരെ എത്തി. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ലീവ് എടുക്കാതിരുന്നത് പോലും എന്താണ് ഇവരോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. എനിക്ക് ചാനലിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഞാൻ ലീവ് എടുക്കാണ്ടിരുന്നത്. കാരണം എന്നിട്ടും എന്നെ ഒരുപാട് വഴക്കൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനപ്പോൾ ക്ഷമിച്ചതല്ല, എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോഴും കണ്ടില്ല, ഒരു കാര്യമില്ല, അയാൾ പെർമിഷൻ തന്നതാണെന്ന് അവിടെയുള്ള ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം. മീറ്റിങ്ങിലും കൂടെ ഞാൻ പറഞ്ഞത് ശ്രീകണ്ഠ സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, 5 ദിവസത്തെ കാര്യമല്ലേ പോയിട്ട് അതെന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 1 തൊട്ട് 5 വരെ ഞാൻ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല, 5 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്തതാണ്. രണ്ട് ശ്രീകണ്ഠ സാറും പോകാൻ എനിക്ക് മെയിൽ എൻ്റെ മെയിലിൽ കിടക്കുന്നുണ്ട്. ഞാൻ ചത്തുപോയാലും എൻ്റെ മെയിലുണ്ടാവുമല്ലോ പുള്ളി പെർമിഷൻ തന്നത്. ഞാൻ ചോദിച്ചതും എനിക്ക് തിരിച്ചു വന്ന മറുപടി എൻ്റെ മെയിലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ശ്രീകണ്ഠ സാർ എനിക്ക് അനുവാദം തന്നതിൻ്റെ. അപ്പോൾ MD അനുവാദം തന്നതിൻ്റെ പ്രകാരമാണ് ഞാൻ പോയത്. ഡയറക്ടറും അനുവാദം തന്നതാണ് വാക്കുകൊണ്ട്. ഡയറക്ടറുടെ അടുത്ത് നമ്മൾ മെയിലിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ ദിവസവും കാണുന്ന ഒരാളല്ലേ. അപ്പോൾ ആ പുള്ളി ഇപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ എന്നോടുള്ള ആ ദേഷ്യം, പഴയ വൈരാഗ്യം മാറാത്ത, ഇങ്ങനെ ഒരു സ്ത്രീയോടുള്ള ഒരു പുരുഷൻ്റെ അടങ്ങാത്ത ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് ഉള്ളിലടുത്തോളം കാലം പുള്ളി എന്നോട് ഈ പക എപ്പോഴും ഉണ്ടാവും. ഇനി എനിക്ക് വയ്യ, ഇനി ഞാൻ ഉപ്പുമുളയിലേക്ക് എനിക്ക് പോകാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ല. കാരണം ഇയാളുണ്ടെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. ചെന്നാലും ഇനി എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. സ്ത്രീകളോടുള്ള ഈ മനോഭാവം എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയിലെ ഇപ്പോൾ സീരിയൽ മേഖല സ്ത്രീകളോടുള്ള ഈ മനോഭാവം ഈ പുരുഷന്മാരിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ തെളിവാണല്ലോ താങ്കൾക്ക്. എല്ലാവരിലൊന്നും ഇല്ല, അങ്ങനെ എല്ലാവരിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവും. ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല, ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിപ്പോൾ പലരിൽ നിന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് കേൾക്കാറുണ്ടല്ലോ ഇല്ലേ. അപ്പോൾ നമ്മളത് നമ്മളിപ്പോൾ പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ അവർ സേസ് ഓക്കെ നോ ഓക്കെ ശരി, പിന്നെ നമ്മൾ ശല്യം ചെയ്യാൻ പറ്റില്ല. നോ എന്ന് പറഞ്ഞാലും പിന്നെ നമ്മളെ ശല്യം ചെയ്യാൻ വരുന്ന ഇങ്ങനത്തെ ഒരാളെ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ അവരോട് വർക്ക് ചെയ്യാനുള്ളതാണ്. വർക്ക് ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമല്ല എന്നെ അവിടെ, ഞാനവിടെ വർക്ക് ചെയ്യണ ഇഷ്ടമല്ല. കാരണം പുള്ളിയുടെ ഇഷ്ടം നടക്കാത്തത് കൊണ്ടാണോ എന്തോ എന്നെ ഇഷ്ടമല്ല, അത് തന്നെ കാര്യം. അപ്പോൾ എന്നെ മാറ്റണം എന്ന് വരെ ചാനലിനോട് ആദ്യം പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ചാനലിൽ വിളിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നെ മാറ്റണമെന്ന്. കാരണം പുള്ളി വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കില്ലായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് അങ്ങോട്ട് പുള്ളിയോട് ഒന്നുമില്ല. മോശമായ മെസ്സേജുകളാണോ? മോശമായ മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് അയച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ സഹിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പുള്ളിയോട് അനുവാദം ഇല്ലാതെ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. പുള്ളിയോട് അനുവാദം ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടുമില്ല. ഈ ഇത്രയും വേദനകൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെയാണ് ഈ ഓഡിയൻസിനെ എങ്ങനെ ചിരിപ്പിക്കുന്നത്? എങ്ങനെ കഴിഞ്ഞു? ജോലി നമ്മൾ ചെയ്യുമ്പോൾ ജോലി ചെയ്യുക, അതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ജോലി അഭിനയമാണ്. അപ്പോൾ അവിടെ ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ സങ്കടങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ അത് ഞാനൊന്നും ചിന്തിക്കാറില്ല. മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നീലിമ എന്നുള്ള ക്യാരക്ടറിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ട്രബിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുറവായിരിക്കാം. എന്തായാലും ഞാനതിൽ ഈ സങ്കടമൊന്നും ഞാൻ അവിടെ കാണിക്കാൻ ഒരിക്കലും നിന്നിട്ടില്ല. ആരും ചോദിക്കാനൊന്നും ആരും ഇല്ല എന്ന് തോന്നലുണ്ടോ? ഇപ്പോൾ താങ്കൾക്ക് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആരും താങ്കളോട് കൂടെ നിൽക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡയറക്ടർ പെരുമാറുന്നത്? ഒറ്റയ്ക്കുള്ള പോരാട്ടമാണോ? താങ്കളുടെ ഈ കണ്ണുനീരിൽ നിന്ന് മനസ്സിലാവുന്നു അത്രമാത്രം പീഡനം കേൾക്കേണ്ടി വന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ തെളിവുണ്ട് അവിടെ, എല്ലാവരും തെളിവുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ വേറെ ആൾക്കാരുണ്ടല്ലോ, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ബീച്ചേട്ടനുണ്ട്, അവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, അവരെല്ലാം മുൻവെച്ചിട്ടാണ് പുള്ളി എനിക്ക് പെർമിഷൻ തന്നത്, പൊയ്ക്കോളാൻ പറഞ്ഞത്. തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനകത്ത് തിരിച്ചു വിളിച്ചാലും ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഇനിയും പോയിട്ട് ഇതിനേക്കാൾ വലിയ പീഡനമായിരിക്കും ഇനി ഉണ്ടാവുന്നത്. കാരണം ഇത്ര നാൾ അനുഭവിച്ചില്ലേ ഞാൻ, ഈ 3 വർഷം അനുഭവിച്ചില്ലേ, ഈ 3 വർഷം അനുഭവിച്ച എൻ്റെ ഇരട്ടി പീഡനമായിരിക്കും ഇനി ഉണ്ടാകാൻ പോണേ. ഒരു ഡയറക്ടർ കള്ളു കുടിച്ച് ഡയറക്റ്റ് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പുള്ളി അവിടെ വന്നാൽ ദിവസേന കള്ളുകൂടിയാണ്. വന്ന് കയറിയാൽ കുപ്പിയായിട്ടാണ് അവിടെ വരണേ. അത് കുപ്പി കൊണ്ടുവരാത്ത ദിവസം അവിടെയുള്ള ആരെങ്കിലും കൊണ്ട് മേടിച്ചു കൊടുത്തില്ല അയാളോട് വഴക്കിടും, അയാളെ തെറി പറയും. ആർട്ടിസ്റ്റുകളെ വിളിക്കുന്നത് പോലും പട്ടികളെ, തെണ്ടികളെ, ചെറ്റകളെ, നാറികളെ എന്നാണ് ആർട്ടിസ്റ്റുകളെ വിളിക്കുന്നത്. ഒരു ഡയറക്ടർ അങ്ങനെയൊക്കെ വിളിച്ച് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ 10-15 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അങ്ങനെ ഒരു ഡയറക്ടറും ഇതുവരെ ആർട്ടിസ്റ്റുകളെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
അല്ല, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചിരുന്നു, താങ്കൾ ഒറ്റപ്പെട്ടുള്ള ഒരു പോരാട്ടമാണോ ഇത്? എൻ്റെ കൂടെ എന്തായാലും ഞാൻ ആത്മ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് എന്തായാലും ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു എൻ്റെ കൂടെ അവരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഘടനയിൽ വിശ്വാസമുണ്ടോ? ആത്മ എന്ന് പറഞ്ഞ സംഘടനയിൽ എനിക്ക് എന്തായാലും വിശ്വാസമുണ്ട്. കാരണം അമ്മ സംഘടനയിലും താങ്കൾ മെമ്പറാണ്? അമ്മ സംഘടനയിലും മെമ്പറാണ്. അവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. നീതി കിട്ടാത്ത ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നു. അതെനിക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു സ്ത്രീക്ക് നീതി കിട്ടാതെ സംഘടനയിൽ നിന്നും ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായി, വലിയ വിവാദങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് താങ്കളെ പോലെയുള്ള ഇത്രയും നല്ല ഒരു ആക്ടറിന് ഇത്രയും ഒരു വേദന ഉണ്ടായ സംഭവം പുറം ലോകം അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ ആയിരിക്കും പുറം ലോകം അറിയുന്നത് ശരിക്കും ഈ സംഭവം. അപ്പം അമ്മ സംഘടനയിലും താങ്കൾ മെമ്പറാണ്, മറ്റു സംഘടനയിലും മെമ്പറാണ്. ഇവരൊന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളൂ അല്ലേ? ഉറപ്പില്ല. കിട്ടുമായിരിക്കും. സത്യാവസ്ഥ അവർ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, അവർ സത്യത്തിന് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അത് സത്യത്തിൽ വിശ്വസിച്ചിട്ട് അതിന് പരിഹാരമായിട്ട് മുന്നോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നീതി കിട്ടും. അതല്ല സത്യത്തിനപ്പുറം വേറെ ഒരു വ്യക്തിയോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നീതി കിട്ടില്ല. അത് ഉറപ്പാണ്. അങ്ങനെ സപ്പോർട്ടിങ് നടക്കുന്നുണ്ടോ ഈ സംഘടനയിലൊക്കെ? അതെനിക്കറിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എനിക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം. അനുഭവങ്ങളിൽ നിന്നുള്ളൊരു പാഠം. മറ്റുള്ള അനുഭവം എനിക്ക് എന്തായാലും എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ അനുഭവം. പിന്നെ അമ്മയിലത്തെ അന്നത്തെ പ്രശ്നം പറയുകയാണെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണത്. അപ്പോൾ അവിടെ നേരത്തെ പറയണമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞാലേ നമ്മളവിടെ ആദരിക്കൂ എന്നുള്ളത് കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പക്ഷേ കഴിഞ്ഞ വർഷവും ഇതേപോലെ പറയാത്ത ആൾക്കാർക്ക് പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞിട്ടല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ചിലപ്പോൾ ഇവർക്ക് മിസ്സായി പോയിട്ട് അവർ ഓർത്തപ്പോൾ കൊടുത്തായിരിക്കും എന്ന് വെച്ചാൽ അപ്പം ഞാനും അതേപോലെ തന്നെ എനിക്കും കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ ഞാനൊന്നും മിണ്ടിയിട്ടുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളിൽ പറഞ്ഞു. കാരണം അവർക്ക് അറിയാമല്ലോ എനിക്ക് അവാർഡ് കിട്ടിയ കാര്യം. അപ്പോൾ എന്നെ മാത്രം ആദരിക്കാൻ വിളിക്കാത്തതുകൊണ്ട് അവരെഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിഷയ്ക്ക് ഉണ്ടല്ലോ എന്താ നിഷയുടെ പേര് വിളിക്കാതെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെടുത്ത് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഞാൻ അവാർഡ് കിട്ടിയില്ല, അതല്ലേ ഏറ്റവും വലുത്, അത് അവർ മറന്നിട്ടുണ്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അല്ല പറഞ്ഞാൽ തരും എന്ന് പറഞ്ഞു. അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ബാബുചേട്ടൻ ടെൻഷനിലായിരിക്കും. കാരണം വെച്ചാൽ പുള്ളി മീറ്റിംഗ് നടക്കണു, ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവാർഡിൻ്റെ കാര്യം പുള്ളി ഓർത്തിരിക്കണമെന്നില്ല, സ്വാഭാവികം. പക്ഷേ പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെ അവർ ഇതിൽ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടാണ് എല്ലാ പേരും അനൗൺസ് ചെയ്തതെന്ന് പുള്ളി അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ എൻ്റെ പേര് ഉണ്ടാവുമല്ലോ എന്തായാലും. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കുക്കു വന്നിട്ട് എന്നോട് പറഞ്ഞു, കുക്കുവാണ് തലേദിവസം, കുക്കു പരമേശ്വരനാണ് തലേദിവസം ഇത് നോക്കിയത്. അപ്പോൾ പുള്ളിക്കാർക്ക് ആ ടെൻഷനിനിടയിൽ മിസ്സായി പോയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാർക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേരിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്സായി പോകാം. അമ്മയിലുള്ളവരാര് അമ്മയിലില്ലാത്തവരാരെന്ന് ചിലപ്പോൾ മിസ്സായി പോവാം, ഇല്ലേ? സ്വാഭാവികമാണ്. ചിലപ്പോൾ അങ്ങനെ പറ്റിയതായിരിക്കും. ഞാനതിന് എനിക്ക് പ്രശ്നവുമില്ല. അങ്ങനെ അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായത് ഇപ്പോൾ ബാബുരാജൊക്കെ ചേട്ടനൊക്കെ എഴുന്നേറ്റ് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെ അത് അങ്ങനെ മോശമായി. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇടവേള ബാബുചേട്ടൻ എന്നോട് പറഞ്ഞ രീതി ശരിയല്ല എന്നേ അവർ പറഞ്ഞു. ആ രീതിയാണ് ഞാൻ ചോദിക്കുന്നത്. ആ രീതി ശരിയല്ല എന്ന് അവിടെ ഉള്ളവർ തന്നെ പറയുന്നു. അത് തന്നെയാണ് ഇവിടെ ഒരു പ്രശ്നം. അന്ന് ഇടവേള ബാബു പറഞ്ഞ വാക്കുകൾ ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നുണ്ട്, ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റിരുന്നു അത് മോശമായ ഭാഷയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ലേ ഇടവേള ബാബു അങ്ങനെ പറയുമ്പോൾ? മാനസികമായിട്ട് അത് എല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞത് ശരി തന്നെ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അത് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു, നന്നായിട്ട് വിഷമമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വേറെ ആൾക്കും കൂടെ ഉണ്ടെന്ന് വേറെ ആളെന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചങ്ങ് പൊന്നാട അണിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്താ അങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ശരിക്കും അന്ന് കരഞ്ഞിരുന്നു. അവര് അന്നേരം കരഞ്ഞില്ല, പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞില്ല. ഉള്ളിൽ വിഷമമുണ്ട്, പക്ഷെ ഞാൻ കരയാണ്ട് നിന്നു. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ ഭാഗ്യമില്ലാത്ത ആളായതുകൊണ്ടായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അന്നേരം എനിക്ക് വിഷമം വന്ന്. പക്ഷെ അവരത് പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള വിഷമം പുറത്തേക്ക് വന്നു, കണ്ണിന്ന് വെള്ളം വന്നു. അത് കറക്റ്റാ. എല്ലാവരും ആശ്വസിപ്പിച്ചു. വാർത്ത സത്യമാണ്, സത്യമാണ്. പക്ഷെ അത് പുള്ളിയുടെ കുഴപ്പമായിരിക്കില്ല. പുള്ളി പറഞ്ഞത് ചിലപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കാം. പുള്ളിയുടെ ആ സമയത്തുള്ള ടെൻഷൻ ഉണ്ടല്ലോ, കാരണം ഈ ഒരുപാട് വിഷയങ്ങൾ അവിടെ നടക്കുകയാണല്ലോ.
അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ടെൻഷൻ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതിനിടയ്ക്ക് അവളുടെ ഒരു ഉണക്ക അവാർഡിൻ്റെ കാര്യം ഒന്ന് പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവും. അതിനുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ല അങ്ങനത്തെ സ്വാതന്ത്ര്യമാണല്ലോ ഇപ്പം താങ്കൾ ഉപ്പുമുളകിൽ അഭിനയിച്ചുകൊണ്ട് കുറേ സ്വാതന്ത്ര്യമുള്ള ഡയറക്ടർ ആയിരുന്നല്ലോ തുടക്കത്തിൽ, അല്ലെങ്കിൽ ആ ടീം മൊത്തം. അവിടെ നിന്നും ഇങ്ങനെ പീഡനം ഉണ്ടാകുന്നു. സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഈ മേഖലയിൽ ഇപ്പം താങ്കൾക്ക് അവാർഡിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ എടുത്തു നോക്ക്. അമ്മ സംഘടനയിൽ പോയി വയ്ക്കുമ്പോൾ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്ക് ഉണ്ടായപ്പോൾ താങ്കൾക്ക് വേദന ഉണ്ടായി, കണ്ണുനീര് വന്നു, മറ്റ് സഹപ്രവർത്തകർ കൂടി എല്ലാവരും കൂടെ ആശ്വാസ വാക്കുകൾ പറഞ്ഞപ്പോഴാണ് താങ്കൾ നോർമലാവുന്നത്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ചിലപ്പോൾ ആ ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അത് അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ഷൗട്ട് ചെയ്യാത്ത രീതിയിൽ പറയാമായിരുന്നു. അത് നീ നേരത്തെ പറയണ്ടേ, എന്നാൽ ഇനിയിപ്പോൾ എന്തായാലും ഉണ്ട് ബാ എന്ന് പറഞ്ഞ് തന്നാൽ മതിയായിരുന്നു. അത് പറയാതെ തന്നെ അതങ്ങ് വിളിച്ച് തന്നാൽ മതിയായിരുന്നു. ബാബുരാജ് ഉൾപ്പെടെ ഉള്ളവർ താങ്കളെ വിളിച്ച് അവാർഡ് തരികയാണ് ഉണ്ടായത് അല്ലേ? അല്ല, അവരെന്നെ വിളിച്ചു, നമ്മുടെ ബാബുചേട്ടൻ തന്നെ വിളിച്ച് അനൗൺസ് എന്നാ വാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് എന്നാ വാന്ന് പറയുമ്പോൾ നമ്മളൊരു വിലയില്ലാത്ത ആളെ പോലെ പോയി മേടിക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഞാൻ പോയി മേടിക്കാൻ പോയതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ സങ്കടം വെച്ചിട്ടാണ് ഞാൻ പോയത്, അവിടം വരെ എത്തിയത്. പക്ഷേ ഇത്രയും പറഞ്ഞിട്ടാണോ വിളിച്ചു കൊടുക്കണേ എന്ന് പുറകിൽ നിന്ന് എല്ലാവരും ഇരുന്നിട്ട് ഒന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഞാൻ അത്രയും നേരം പിടിച്ചു നിന്ന സങ്കടം പുറത്തേക്ക് വന്നു പോയത്. ഞാൻ വാങ്ങി. ഞാൻ തിരിച്ചു പോന്നു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു അത്. അപ്പോൾ ഇങ്ങനത്തെ പീഡനങ്ങൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ആ അമ്മ സംഘടനയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് കഴിഞ്ഞ് വാർത്തയാകുന്നു, അത് കഴിഞ്ഞ് താങ്കൾ അമേരിക്കയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉടനെ ഈ സീരിയലിൽ നിന്നും നഷ്ടമാവുന്നു. എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അതെനിക്കറിയില്ല. ഗൂഢാലോചന നടന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്കറിയില്ല. കാരണം അത്രയും വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലായിരിക്കും അല്ലേ? അമ്മ സംഘടനയിൽ നിന്ന് ഒരു നീതി കിട്ടുമോ ഈ സംഭവത്തിന്? കിട്ടുമായിരിക്കും, അതെനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അമ്മ ഇടപെട്ടാൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ നീതി കിട്ടും, ആത്മ ഇടപെട്ടാലും എനിക്ക് ഇവിടെ നീതി കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കണത്. കാരണം ഞാൻ അവർക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ഡയറക്ടർ ഒരു സ്ത്രീയെ വേദനിപ്പിച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും മോശമായ കാര്യമാണ്. കാരണം ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീയെ വേദനിപ്പിക്കാൻ ഒരു രാജ്യത്തും അധികാരമില്ല, മറ്റൊരു പുരുഷനെ. ഭർത്താവിന് പോലും ശരിക്കും അധികാരമില്ല. കാരണം സ്ത്രീ എന്താണ് പുരുഷനത്ര ശക്തിയുള്ള ഒരു ആളൊന്നുമല്ല അല്ലേ? ചിലപ്പോൾ മാനസികമായ ശക്തി ഉണ്ടാവുമായിരിക്കാം, ശാരീരികമായ ശക്തി ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ ശാരീരികമായ ശക്തിയുള്ള ആളാണെങ്കിൽ പോലും മാനസികമായ ശക്തിയുള്ള ആളാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ ഒരു പുരുഷന് വേദനിപ്പിക്കാൻ അധികാരമില്ല. പ്രത്യേകിച്ചും ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. കാരണം എൻ്റെ മുന്നിൽ എപ്പോഴും എൻ്റെ മോളുടെ കല്യാണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് നാണം കെടുത്തിയപ്പോഴും എൻ്റെ മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും പ്രതികരിച്ചില്ല. ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും ഒക്കെ അറിയാം. ഞാൻ ലിവിങ് ടുഗദർ ഒന്നും അല്ല, ഞാൻ ലീഗലി മാരീഡ് ആയ ഒരു വ്യക്തിയാണെന്നും ലീഗലി ഡിവോഴ്സ് ആണെന്നും അറിയാം. ഇവിടുത്തെ കുടുംബ കോടതി കിടക്കുന്നുണ്ട് ഞാൻ ലീഗലി ഡിവോഴ്സ് ആയത്. ലീഗലി കല്യാണം കഴിച്ചാൽ മാത്രമല്ലേ ലീഗലി ഡിവോഴ്സ് ആവുള്ളൂ ഇല്ലേ? അതുകൊണ്ട് ഒരുപാട് പ്രശസ്തി ഉണ്ടായി ഉപ്പുമുളകും കൊണ്ട്. പക്ഷെ ഒരുപാട് വേദനിച്ചാണ് മാത്രം ആ പ്രശസ്തി ഞാൻ മേടിച്ചത്. ഈ ഒറ്റയ്ക്കുള്ള പോരാട്ടം വിജയിക്കുമോ അറിയില്ല. പോരാടാൻ തന്നെയാണ് തീരുമാനം. പോരാടാനൊന്നും എനിക്ക് ശക്തിയില്ല. പക്ഷെ വളർത്തണം മക്കളെ. ഒരാളെയും കൂടി മാരേജ് ചെയ്ത് അയക്കാനുണ്ട്. അയാളെയും കൂടി മാരേജ് ചെയ്ത് എനിക്ക് അയക്കണം. നമ്മൾ അത്ര നല്ലോണം ജീവിച്ചാലും സ്ത്രീ എന്ന നിലയിൽ ഈ ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ മോശം പേരുകളെ ഉണ്ടാവുള്ളൂ ഇല്ലേ? എത്ര നല്ലോണം ജീവിച്ചാലും നമ്മൾ അങ്ങനെ നിന്നിട്ടായിരിക്കും വർക്ക് കിട്ടിയല്ലേ, നമ്മളിങ്ങനെ പോയിട്ടായിരിക്കും വർക്ക് കിട്ടിയെന്ന് പറയുന്ന സമൂഹമാണ് പുറത്ത് ഇല്ലേ? അതുകൊണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല. കാരണം ഞാൻ എങ്ങനെയാണെന്ന് ദൈവത്തിനും എൻ്റെ മക്കളെ എൻ്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ 2 കുട്ടികളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ മാരേജ് ചെയ്യിക്കുക, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുക. ഈ പേരുദോഷം ഇപ്പോൾ പറഞ്ഞ ഈ പേരുദോഷം പറയുന്ന നമ്മുടെ മേഖലയിൽ സീരിയലിലും സിനിമയിലും ഉള്ളിലുള്ളവർ തന്നെ പറഞ്ഞ് അവിഖ്യാതികൾ പരത്തുന്നുണ്ടോ? നമ്മളെ ഇൻഡസ്ട്രിയിലുള്ളവർ ഒരുപാടുണ്ട്. ഒരുപാട് എൻ്റെ ചെവിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾ വഴി കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, ഡൗട്ടേ ഉള്ളൂ. ആർക്കും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഡൗട്ടാണ് പറയണത്. കാരണം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, അല്ലാണ്ട് പിന്നെ ഇത്രയൊക്കെ പ്രശസ്തിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇത്ര ശാരീരികമായിട്ടും മാനസികമായിട്ടും, ശാരീരികമായിട്ടും ഉദ്ദേശിച്ച വേറെ രീതിക്കല്ല, മാനസികമായിട്ടും ബുദ്ധിമുട്ടിച്ച ഈ ഡയറക്ടറിന്റെ കൂടെ ഇത്രയും നാൾ വേദന ഒതുക്കി കുടുംബത്തിന് വേണ്ടി. ശാരീരികമായിട്ട് വേറൊന്നുമല്ല. ശാരീരികമായിട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മളെ തോണ്ടുക,
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്, അല്ലാണ്ട് വേറെ അതെ അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ കുട്ടി. പിന്നെ വേണ്ടാത്ത തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുക, ഇതെല്ലാം മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കുടുംബത്തിന് വേണ്ടി ഇത്രയും പാടുപെടുന്നു. ഈ എന്തുകൊണ്ടാണ് ഇത്രയും വേദന, ഇത്രയും നാളും ഇത് പറയാതെ ഇത്രയും പിടുത്തം വിട്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് മൂമെന്റിലാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്താൻ കാരണം ഞാൻ അറിയാത്ത കാര്യം വീണ്ടും എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അറിയാത്തതാണെല്ലാം വരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ അറിയാത്തൊരു കാര്യമാണ് വന്നേക്കണം. ഞാൻ ഡയറക്ടറെ അനുസരിക്കാതെ അമേരിക്കയ്ക്ക് പോയി, അതുകൊണ്ട് എന്നെ മാറ്റി ഉപ്പുമുളകിൽ നിന്ന്. പക്ഷെ മാറ്റിയെന്ന് എനിക്ക് തോന്നണില്ല. കാരണം മാറ്റിയതായിട്ട് എനിക്ക് ഇപ്പോഴും അറിവില്ല. ഉപ്പുമുളകിൽ നിന്ന് എന്നെ മാറ്റിയെങ്കിൽ ശ്രീകണ്ഠ സാറോ അനിൽ സാറോ അങ്ങനെ ഒഫീഷ്യൽ എന്നെ അറിയിക്കണം. അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ മാറ്റിയെന്ന്. ഇങ്ങനെ എത്ര ദിവസം വരെ ഇങ്ങനെ മാറ്റി നിർത്തി എനിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നെ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് ഞാൻ ഡയറക്ടറെ അനുസരിക്കാണ്ട് അമേരിക്കയിൽ പോയെന്ന് ഡയറക്ടറിന് കള്ളം പറഞ്ഞാണ് ഇപ്പോൾ അവിടെ ലൊക്കേഷനിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾ എന്നോട് കള്ളം പറഞ്ഞിട്ടാണ് അമേരിക്കയിൽ പോയത്. അതുകൊണ്ട് അവൾക്കൊരു പണിഷ്മെൻറ്റ് എന്ന നിലയിൽ അവളെ ഞാൻ കുറച്ച് ദിവസം മാറ്റി നിർത്താണെന്ന് പുള്ളി അവിടെ പറഞ്ഞതായിട്ട് എനിക്ക് പൂർണ്ണമായിട്ട് അറിവുണ്ട്. ആ സ്ഥിതിക്ക് ആ ഡയറക്ടർ വർക്ക് ചെയ്യണ ഇത്രയും നീചനും വൃത്തികെട്ടുമായ ആഭാസനുമായ കള്ളുകൂടിയനുമായ ആ ഡയറക്ടറുടെ അടുത്ത് വർക്ക് ചെയ്യാൻ എനിക്ക് ഇനി താല്പര്യമില്ല. ഞാൻ നീലിമ എന്നുള്ളൊരു ക്യാരക്ടർ ഇനി ഉപ്പുമുളയിലും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഡയറക്ടറാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യില്ല. ഇനിയെങ്കിലും എനിക്ക് നീതി വേണം. നിങ്ങൾ ആരെങ്കിലും എനിക്കത് മേടിച്ചു തന്നേ പറ്റുള്ളൂ. പറ്റില്ല, എനിക്ക് ഇനി അയാളെ സഹിക്കാൻ പറ്റില്ല. അത്ര ഞാൻ സഹിച്ചിട്ടുണ്ട് അയാളവിടെ. ഉപ്പുമുളക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇതുണ്ട്. അതിനകത്തൊക്കെ കയറിയിട്ട് പുള്ളി മോശമായിട്ടുള്ള മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഞാനും ബീച്ചേണ്ടും കൂടി ഉപ്പുമുളക് തകർക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമേരിക്ക പോയ സമയത്ത് മെസ്സേജ് അയച്ചേക്കണു അതിനകത്ത് ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ അതൊക്കെ എന്താ, നമ്മളല്ലേ ആ വർക്ക് വളർത്തിയത് ഇല്ലേ? ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മയല്ലേ ആ വർക്ക്. ഒരു ഡയറക്ടർക്ക് നല്ലൊരു പങ്കുണ്ട്, അതിനേക്കാൾ കൂടുതൽ ആർട്ടിസ്റ്റുകൾക്കാണ് പങ്ക്. കാരണം ആർട്ടിസ്റ്റുകൾ കഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഇത് പുറത്ത് വന്നിട്ടുണ്ട് പ്രേക്ഷകർ കണ്ടിട്ട് അതിന് അഭിപ്രായം പറയണേ ഇല്ലേ? ഡയറക്ടറുടെ ആക്ഷൻ മാത്രം പറഞ്ഞാൽ ഇത് വർക്കാവോ? ഇല്ല. ഡയറക്ടർ പറയുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കഴിവ് ആർട്ടിസ്റ്റിന് ഉണ്ടാവണം. അത് അവർ ചെയ്യുകയും വേണം ഇല്ലേ? എന്നാൽ മാത്രമേ ഈ വർക്ക് നന്നാവുകയുള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് വട്ടം കൂടിയിരുന്ന് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അത് ഡെവലപ്പ് ചെയ്യണം. പഠിച്ച് കൗണ്ടറുകളിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ്, കാണാതെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണത്. അങ്ങനെ ചെയ്യേണ്ട ഒരു സാധനത്തെ മെൻ്റലി പ്രഷർ വന്ന് വേദനിപ്പിച്ച് കരയിപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ അവിടെ പോയിരുന്നിട്ട് ആ കണ്ണീര് തുടച്ചിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കും, എന്നിട്ട് നീലിമയായിട്ട് നിൽക്കും, എന്നിട്ട് പിന്നെയും പോയിരുന്ന് കരയും. എന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീകൾക്കും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒരു പോരാട്ടമാണ് താങ്കൾ ഇപ്പോൾ പോരാടുന്നത്. താങ്കളിൽ നിന്നും അതൊരു മാതൃകയാകേണ്ടതാണ്. ഒരു ഡയറക്ടറും ഒരു ആർട്ടിസ്റ്റിനെ വേദനിപ്പിച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കരുത്. അതെൻ്റെ അപേക്ഷയാണ്. കാരണം എല്ലാ സ്ത്രീകളും അഭിനയിക്കാനായിട്ട് വരുന്നത് അവരുടെ കുടുംബം വളർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മോശം രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ പോരെ, അഭിനയിക്കാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അഭിനയിക്കാൻ വരുന്ന സ്ത്രീ എപ്പോഴും നല്ലതായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. മോശമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ അവർ പുറത്ത് മോശമായിട്ടേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ ഈ കലാരംഗത്ത് വരുന്ന ഒരു കലാകാരിയെയും ഒരു ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ആരാണെങ്കിലും വേദനിപ്പിക്കരുത്. കാരണം അവർക്ക് അഭിനയിക്കണമെങ്കിൽ അവരുടെ മനസ്സ് നന്നായിട്ടിരിക്കണം. മനസ്സ് നന്നായാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ക്യാരക്ടറിനെ ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അവർക്ക് പറ്റുള്ളൂ. ഇതെൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. പിന്നെ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. കാരണം താല്പര്യമുള്ളവരടുത്ത് പോട്ടെ, കുഴപ്പമില്ല. ഒരാൾക്ക് ഇഷ്ടമാണോ, ഇപ്പോൾ ചോദിച്ചു ഒരാൾക്ക് ഇഷ്ടമാണോ, പോട്ടെ. ഇഷ്ടമില്ലാത്തവരെ വെറുതെ വിട്. വർക്ക് നടക്കട്ടെ, വർക്ക് ഭംഗിയാട്ടെ, എന്നാലേ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാവില്ല ഒരിക്കലും. ഇങ്ങനെ എൻ്റെ ക്യാരക്ടറിന് ഇപ്പോൾ കരിവാരിത്തേക്കാണ്. ഇന്നലെ കണ്ട എപ്പിസോഡിൽ നീലിമ എന്നുള്ള അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് കുട്ടികളും ഭർത്താവും പറയണത്. ഇത്രയും നാൾ ഈ നീലിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ജനങ്ങളുടെ മുന്നിൽ വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഒരു 3 മാസം പ്രായമുള്ള കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി, പാല് കൊടുക്കേണ്ട കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോവോ? എവിടെ പോകണമെങ്കിൽ ഈ കുട്ടീനെ കൊണ്ടല്ലേ പോവുള്ളൂ. അങ്ങനെ കഥ മാറ്റിയെടുത്തു. അതും താങ്കളെ ഒന്ന് അവള് ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡൊക്കെ അങ്ങനെയാണ് എടുത്തേക്കണേ. ഇപ്പൊ കഴിഞ്ഞ വന്ന എപ്പിസോഡും അങ്ങനെ തന്നെ പോയിരിക്കണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ക്യാരക്ടറിനാണ്, ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം ഒരു ക്യാരക്ടറിലേക്കാണ് വായിച്ചു കൊണ്ടേ കൊടുത്തേക്കണത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരിക്കലും. അവിടെയും സ്ത്രീകളെ
തരം താഴ്ത്തുന്ന രീതിക്ക് ഇനിയിപ്പോ ചിലപ്പോൾ പുള്ളി ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ നിങ്ങളിത് ഈ ന്യൂസ് വരികയാണെങ്കിൽ പുള്ളി ഒരു സീരിയലിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. പുള്ളി ഇപ്പോൾ 2 എപ്പിസോഡ് ഇങ്ങനെ 2-3 എപ്പിസോഡ് ചിലപ്പോൾ ഇങ്ങനെ പോകുമായിരിക്കും. പുള്ളി അച്ഛനെയോ മക്കളെ കൊണ്ട് പറയിപ്പിക്കും, ഞാൻ വെറുതെ പറഞ്ഞതാണേ, അവള് വല്ല ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ വേറെ വല്ലതിനോ പോയിരിക്കുകയാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങളെ കളിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഒറ്റ ഡയലോഗ് ചേർത്താൽ മതി. ഇതെല്ലാം വെറുതെ ആണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ബുദ്ധിയും ആ തലയിലുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ തലയിലുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം കാഞ്ഞ ബുദ്ധിയ. അമേരിക്കയിൽ പ്രോഗ്രാമിന് പോയിരുന്നല്ലേ, അവിടെ നമ്മൾ മഞ്ജു വാര്യർ, പാർവതി ഉൾപ്പെടെയുള്ള അവരെല്ലാവരും ഉള്ള ഒരു പ്രോഗ്രാമിലല്ലേ പങ്കെടുക്കാൻ പോയത്. ആ പ്രോഗ്രാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് റിമ, ആഷിക്, മഞ്ജു വാര്യർ, പാർവതി, അനുശ്രീ, രചന നാരായണൻകുട്ടി, പിന്നെ ദുൽഖർ സൽമാൻ, പിന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ പ്രോഗ്രാം പോയി തിരിച്ചു വന്നിട്ട് എന്നെ കെട്ടിയിട്ടില്ല അങ്ങോട്ട്. അപ്പൊ അതാണ് ഒരു ഗൂഢാലോചന ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോന്ന് പാർവതി, മഞ്ജു വാര്യർ, അവരോടൊന്നും എനിക്കൊരു ബന്ധമില്ല. ഇവരെല്ലാരും കൂടിയാണ് അമ്മാ സംഘടനയിൽ വലിയ വിഷയമുണ്ടാക്കി ദിലീപിനെ തിരിച്ചെടുത്തതിന് വിഷയമുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഉപ്പുമുളകിൽ ഈ ഡയറക്ടർ ആണെങ്കിൽ അഭിനയിക്കില്ല എന്ന് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇല്ല, ഞാൻ അഭിനയിക്കില്ല. ഈ ഡയറക്ടറാണ്, ഞാൻ അഭിനയിക്കില്ല. ഇനി മറ്റ് അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാം. എന്നെ ഇനി ഒരിക്കലും ഇയാളിൽ നിന്ന് എനിക്കൊരു പീഡനം ഒരു വിധത്തിലും, മാനസികമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് ഈ ഡയറക്ടറിൽ നിന്ന് ഇനി ഒരു പീഡനം ഉണ്ടാവില്ല എന്ന് എനിക്ക് ചാനൽ ഉറപ്പ് തരണം. ആ ഡയറക്ടർ ഉൾപ്പെടെ ചാനലും എനിക്ക് ഉറപ്പ് തരണം. ഇയാളിൽ നിന്ന് ഒരു വേദനയും എനിക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ അഭിനയിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. കാരണം എനിക്കിത് പറ്റില്ല. ഞാൻ മാക്സിമം എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. കാരണം തളർന്നു പോയിട്ടുണ്ട് ഞാൻ അവിടെ പലപ്പോഴും. ഇനി പറ്റില്ല എനിക്ക്. എന്തായാലും താങ്കളുടെ വേദന ഏറെക്കുറെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സീരിയലിലൂടെ മിനി സ്ക്രീനിൽ വന്ന് ആളുകളെ, ആ കുടുംബ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ കണ്ണുനീര് തന്നെ അതിന് ഒരു ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും നേരം മനസ്സ് തുറന്ന് സംസാരിച്ച് താങ്കൾക്ക് നല്ലത് വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.